ലാൻഡിന്റെ വില എപ്പോഴും ബയർക്കും സെല്ലർക്കും മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ. സർക്കാരിന് ലാൻഡിന്റെ ഒരു വില തീരുമാനിക്കാനുള്ള അധികാരമില്ല. മിനിമം റേറ്റ് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം എന്നല്ലാതെ വസ്തു വിൽക്കുന്നതും വാങ്ങുന്നതും അത് ഇറ്റ്സ് എ കോൺട്രാക്ട്. കോൺട്രാക്ട് വിൽ ബി ബിറ്റ്വീൻ ടു പേഴ്സൺസ്. അത് ഓഫറും അക്സെപ്റ്റൻസും ആണ്. ഞാൻ ഓഫർ ചെയ്യുന്നു, മറ്റേ ആൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് മാത്രമേ ഉള്ളൂ. അവിടെ വേറെ ആർക്കും ആ വില തീരുമാനിക്കുന്ന അധികാരമില്ല. ഭൂമി വില നിർണ്ണയിക്കാൻ കഴിയാത്ത സംസ്ഥാനത്ത് ഫ്ളാറ്റിന്റെ വില നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമില്ല. അതുകൊണ്ട് തന്നെ ഫ്ളാറ്റിന് മാത്രമായി പ്രത്യേക നിയമനിർമ്മാണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഒരു PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഭൂമിയുടെ വില നിർണ്ണയിക്കാൻ അധികാരമില്ല. അതുപോലെ ഒരു തഹസിൽദാർക്കോ RDOയ്ക്കോ കെട്ടിടത്തിന്റെ വില നിർണ്ണയിക്കാനും അധികാരമില്ല. പക്ഷെ ഫ്ളാറ്റ് എന്ന് പറയുന്നത് രണ്ടും കൂടി സമ്മിശ്രമാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? അതിനൊക്കെ പ്രത്യേക നിയമനിർമ്മാണം വേണം. ഈ ഫ്ളാറ്റ് വാങ്ങുന്നതും വിൽക്കുന്നതുമെല്ലാം ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അനുസരിച്ചാണ്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അനുസരിച്ച് ബേസിക്കലി ഭൂമിയാണ് വിൽക്കുന്നത്. ഫ്ളാറ്റ് ഓഫ് കോഴ്സ് അതിന്റെ കൂടെ വിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ പുതിയൊരു അമെൻമെന്റ് വരുന്നതിന് മുന്നേ ഈ ലാൻഡ് മാത്രമാണ് വിൽക്കുന്നത്. ഫ്ളാറ്റിന്റെ കൈമാറ്റത്തിൽ നിയമപരമായ അവ്യക്തത ഉണ്ടെന്ന് നിർമ്മാതാക്കളും സമ്മതിക്കുന്നു. ഇതിന്റെ